ഹായ്, ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഒരു ക്വിക്ക് റിവ്യൂ, അതോടൊപ്പം നാളത്തെ ബാങ്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽ വ്യൂ, അതോടൊപ്പം കുറച്ച് നല്ല ഇൻട്രാഡേ സ്റ്റോക്സും നാളത്തേക്ക് ട്രേഡ് ചെയ്യാൻ പറ്റിയത്. നിഫ്റ്റി ക്ലോസ് ചെയ്ത് 14,923 245 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. സെൻസെക്സ് ക്ലോസ് ചെയ്ത് 49,590 848 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്ത് 33,459 1,289 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. നിഫ്റ്റിയുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസ്, പ്രീവിയസ് ക്ലോസിംഗ് വാസ് 14,677 and today's opening 14,756. Slight gap up ആയിരുന്നു. Day high went up to 14,938 and day low was 14,725. 245 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട് 14,923 നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. നിഫ്റ്റി ഫോം ചെയ്തിട്ടുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ്. ആൻഡ് നിഫ്റ്റിയെ റോസ് ചെയ്യിപ്പിച്ച പ്രധാന സ്റ്റോക്സുകൾ നോക്കുകയാണെങ്കിൽ HDFC ബാങ്ക്, ICICI ബാങ്ക്, HDFC, SBI, റിലയൻസ്, അങ്ങനെ ഒത്തിരി. അതേസമയം ഡ്രാഗ് ചെയ്യിച്ച സ്റ്റോക്സുകൾ ലാർസൻ ആൻഡ് ടൂബോ, നെസ്ലെ, ഭാരതി എയർടെൽ, SBI ലൈഫ് ഇൻഷുറൻസ്, സിപ്ല ആൻഡ് മെനി മോർ. ബാങ്ക് നിഫ്റ്റിയുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ previous closing was 32,169 and today's opening 32,437. Day high went up to 33,506. Day low was 32,318 and 1,289 points in the gain ഓട് കൂടിയിട്ട് 33,459 ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ നിന്ന് എല്ലാവരും ഒരു ഗ്രീൻ മോഡിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്, അതായത് AU സ്മോൾ ഫിനാൻസ് ഒഴിച്ചാൽ. ആൻഡ് ഇന്ന് ബാങ്ക് നിഫ്റ്റി ഫോം ചെയ്തിട്ടുള്ളത് ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ്. ഫ്രണ്ട്സ്, ഇന്നത്തെ മാർക്കറ്റിൻ്റെ റാലിക്ക് പ്രധാന കാരണം ഡ്രോപ്പ് ഇൻ കൊറോണ വൈറസ് ഇൻഫെക്ഷൻ, അത് തന്നെയാണ് മെയിനായിട്ടുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ആൻഡ് US മാർക്കറ്റും അതുപോലെ യൂറോപ്യൻ മാർക്കറ്റെല്ലാം നല്ലൊരു ഗ്രീൻ മോഡിൽ തന്നെയായിരുന്നു. ഓൾ ടൈം ഹൈയിലാണ് ഫ്രൈഡേ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഏഷ്യൻ മാർക്കറ്റ്സ് ആക്ച്വലി മിക്സ്ഡ് ആയിരുന്നു. ആൻഡ് ഇന്ന് മോർണിംഗും ഒരു മിക്സ് മൂവ്മെൻറ്റിൽ തന്നെയാണ് ഏഷ്യൻ മാർക്കറ്റെല്ലാം ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത്. ഈവൻ ദോ നമുക്കൊരു 60 പോയിൻറ്റ്സിൻ്റെ ഒരു ഗ്യാപ്പ് അപ്പോട് കൂടിയിട്ടാണ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് മാർക്കറ്റ് നെവർ ലുക്കിംഗ് ബാക്ക്, ഒരു അപ്വേർഡ് മൂവ്മെൻറ്റ് തന്നെയായിരുന്നു കംപ്ലീറ്റ്ലി ത്രൂ ഔട്ട് ദ ഡേ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. Indiavix fell by 3.27%, അതായത് 20.26 നിന്ന് 19.60. ടെക്നിക്കൽ വ്യൂ പ്രകാരം നാളത്തെ നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട്, ഡെഫിനറ്റ്ലി ഫസ്റ്റ് റെസിസ്റ്റൻസ്, അതായത് മേജർ റെസിസ്റ്റൻസ് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ 15,000 ലെവൽസ് തന്നെയാണ്. ആൻഡ് മേജർ സപ്പോർട്ട് ലെവലായിട്ട് കാണാൻ കഴിയുന്നത് 14,860 ആകുന്നു. ആൻഡ് ബാങ്ക് നിഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഷുഡ് ഹോൾഡ് അബവ് 33,330, ആ ഒരു ലെവലിന് മുകളിൽ എന്തായാലും ഹോൾഡ് ചെയ്തിരിക്കണം. ആൻഡ് ഫസ്റ്റ് റെസിസ്റ്റൻസ് ഈസ് 34,000, സെക്കൻഡ് ഈസ് 34,250. അതേസമയം ഡൗൺ സൈഡ് സപ്പോർട്ട് ഈസ് മാക്സിമം കാണാൻ കഴിയുന്നത് 33,000 ലെവലിലും ആൻഡ് സെക്കൻഡ് 32,750 ആകുന്നു. ഓപ്ഷൻ ചെയ്യാനിൽ പുട്ടിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഏറ്റവും കൂടുതൽ 14,000, സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 13,500 സ്ട്രൈക്കിലുമാകുന്നു. ആൻഡ് കോളിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് 15,000, സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 14,800. കോൾ റേറ്റിംഗ് ഏറ്റവും കൂടുതൽ 15,300, സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 15,400. അതേസമയം അൺവൈൻഡിങ് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ള 15,000. അതേസമയം പുട്ട് റേറ്റിംഗ് ഏറ്റവും കൂടുതൽ 14,800, സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 14,700. ഓപ്ഷൻ ഡാറ്റ പ്രകാരം നിഫ്റ്റിയുടെ ഒരു ട്രേഡിംഗ് റേഞ്ച്, ഒരു ഇമ്മീഡിയറ്റ് ട്രേഡിംഗ് റേഞ്ച് കാണാൻ കഴിയുന്നത് 14,600 to 15,200 ലെവൽസ് ആകും. ഇന്ന് ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ കഴിഞ്ഞ സ്റ്റോക്സുകൾ നോക്കുകയാണെങ്കിൽ ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ്, ഇൻഡസ്ഇൻഡ് ബാങ്ക്, SBI, BEL, RBL ബാങ്ക്, മദർസൺ സുമി, ശ്രീറാം ട്രാൻസ്പോർട്ട്, ICICI ബാങ്ക്, ജിൻഡാൽ സ്റ്റീൽ പവർ, സീമെൻസ്, HDFC, UPL, അൾട്രാടെക് സിമെൻറ്റ്, ബജാജ് ഫിൻസർ, ബജാജ് ഫിനാൻസ്, കോൾഗേറ്റ്, പാമോലിവ് ആൻഡ് LIC ഹൗസിംഗ് ഫിനാൻസ്. അതേസമയം വീക്ക്നെസ് കോച്ച് കാണാൻ കഴിയുന്ന സിപ്ല, LNT, കാഡില ഹെൽത്ത് കെയർ ആൻഡ് HPCL. FIISDIISDATA, FIISൻ്റെ ഭാഗത്തു നിന്ന് 2,255 crores ഒരു സെൽ ഓഫ് ആണ് നടന്നിട്ടുള്ളത്. അതേസമയം DISൻ്റെ ഭാഗത്തു നിന്ന് 1,948 crores ബൈയിങ്. ഫ്രണ്ട്സ്, നാളത്തേക്ക് ട്രേഡ് എടുക്കാൻ പറ്റിയ കുറച്ച് നല്ല സ്റ്റോക്ക്. ഫസ്റ്റ് വൺ UPL, കാത്തോലിക് സിറിയൻ ബാങ്ക്, ആക്സിസ് ബാങ്ക്, ടെക് മഹേന്ദ്ര, ഭാരതി എയർടെൽ, ബജാജ് ഫിനാൻസ്, HDFC ബാങ്ക് ആൻഡ് റിലയൻസ്. ഫ്രണ്ട്സ്, ഈ പറഞ്ഞ സ്റ്റോക്കുകളെല്ലാം ഇൻഡെക്സ് ഡയറക്ഷൻ അനുസരിച്ചിട്ട് മാത്രം സ്റ്റോക്ക് എടുക്കുക. ഓക്കെ, ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക.
ഇൻഡെക്സ് സ്റ്റഡി ചെയ്യാണ്ട് ഒരു കാരണവശാലും പ്ലീസ് ഡോണ്ട് ഗോ ഫോർ ട്രേഡ്. ഓക്കെ, എന്ന് വെച്ചാൽ നാളെ ഒരു സീവിയർ ഫോളിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് മാർക്കറ്റ്. സോ ഡോൺ ഗെറ്റ് ഇൻ ടു ട്രാപ്പ്. ഇന്ന് ഒരു പക്ഷേ ഒരുപാട് പേര് ലോങ് എടുത്തിട്ടുണ്ടായിരിക്കാം. ഡെഫിനറ്റ്ലി ദേ ആർ ഗോയിങ് ടു ട്രാപ്പ് ടുമാറോ. സോ ഇത്രമാത്രം. ടേക്ക് കെയർ. And this is all my personal view. My view may get wrong. Please don't follow it just blindly. Consult a financial advisor before you enter the market or trade. And don't forget to subscribe my channel. Hit the like button and share it. Money in the ting ting. Happy trading. Take care. Good night.